അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ദിക്റുകൾ എണ്ണം പിടിച്ച് ചൊല്ലുന്നതിൽ വിരോധമുണ്ടോ? ഫമാ ശറഅഹുല്ലാഹു തആല മിനൽ ദിക്രി വത്തസ്ബീഹ് വൽ ഇസ്തിഗ്ഫാർ നൗആൻ. അല്ലാഹു മതപരമായി നിശ്ചയിച്ചു തന്നിട്ടുള്ള ദിക്റുകൾ, തസ്ബീഹുകൾ, ഇസ്തിഗ്ഫാറുകൾ ഇവ രണ്ട് രീതിയിൽ ചൊല്ലാവുന്നതാണ്. ഒന്നാമതായി ദിക്റുകളുടെ ശ്രേഷ്ഠത പ്രത്യേകമായ എണ്ണത്തിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്, പ്രത്യേകമായ എണ്ണത്തോടുകൂടി ചൊല്ലാൻ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ദിക്റുകൾ ഫയംബഇ തഹ്സീൽ ഹാദൽ ആദദ് വൽതിസാമു വദാലിക തസ്ബീഹ് വത്തഹ്മീദ് വത്തക്ബീർ വത്തഹ്ലീൽ ബഅദ സ്വലവാത്തിൽ ഖംസ് വകബഅദി അദ്കാരി സബാ വൽ മസാ മുഖയ്യദ ബിഅദദിൻ മുഅയ്യൻ. അത്തരത്തിലുള്ള ദിക്റുകളുടെ ശ്രേഷ്ഠത അത് പ്രത്യേകമായ എണ്ണത്തോടുകൂടി തന്നെയാണ് കരസ്ഥമാക്കേണ്ടത്. ഉദാഹരണമായി ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം 33 പ്രാവശ്യം തസ്ബീഹ് ചൊല്ലുന്നത് പോലെ, 33 പ്രാവശ്യം അൽഹംദുലില്ലാ എന്ന് പറയുന്നത് പോലെ, 33 പ്രാവശ്യം അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് പോലെ, ഇത് പ്രത്യേകം എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അപ്രകാരം തന്നെ പ്രഭാതത്തിലും പ്രദോഷത്തിലും ചൊല്ലാൻ, പ്രത്യേക എണ്ണത്തോടുകൂടി ചൊല്ലാൻ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ദിക്റുകൾ. രണ്ടാമതൊരു വിഭാഗം നിരുപാധികം ഉള്ള ദിക്റുകളാണ്. ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷമെന്നോ പ്രദോഷങ്ങളിൽ എന്നോ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലാത്ത ഏതവസ്ഥയിലും ചൊല്ലാവുന്ന ദിക്റുകൾ. അത്തരത്തിലുള്ളവ മജാ മുത്ലഖ തസ്ബീഹ് വൽ ഇസ്തിഗ്ഫാർ വനഹ്വി ഫലാ യശ്റഉ ഫീ ഇൽതിസാമു അദദിൻ മുഅയ്യൻ. അത്തരത്തിലുള്ള ദിക്റുകൾ തസ്ബീഹ് പോലെ, ഇസ്തിഗ്ഫാർ പോലെ, പാപമോചനം തേടുന്ന ദിക്റുകൾ പോലെ, അസ്തഗ്ഫിറുല്ലാ എന്ന് പറയുന്നത് പോലെ, ഇത്തരത്തിലുള്ള ദിക്റുകൾ, പ്രത്യേകമായി എണ്ണം പഠിപ്പിക്കപ്പെട്ടിട്ടില്ലാത്ത ദിക്റുകൾ എണ്ണമില്ലാതെ ചെയ്യുന്നത് തന്നെയാണ് മതപരമായ രീതിയെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. ചുരുക്കത്തിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയാണോ ദിക്റുകൾ എണ്ണത്തോടുകൂടി എണ്ണം പിടിച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, അത്തരം സ്ഥലങ്ങളിൽ, സമയങ്ങളിൽ അവ എണ്ണത്തോടുകൂടി, നിശ്ചിതമായ എണ്ണത്തോടുകൂടി ചെയ്യുക. അല്ലാത്തവ നിരുപാധികം ചൊല്ലുന്ന ദിക്റുകൾ എണ്ണമില്ലാതെ, എണ്ണം പിടിക്കാതെ ചൊല്ലുന്നതാണ് മതപരമായ രീതിയെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു.